ചേട്ടൻ്റെ പേരെന്തായിരുന്നു? ബെന്നി. ബെന്നി. നമ്മളിപ്പോൾ നമ്മുടെ അമ്പിയം കൊണ്ട് ഈ പോകുന്നത് കോട്ടയം ഇടുക്കി ജില്ലകളിൽ താമസിക്കുന്ന ആളുകൾക്ക് വളരെ ഉപകാരപ്പെട്ടേക്കാവുന്ന, എന്നാൽ മറ്റ് ജില്ലകളിൽ താമസിക്കുന്ന ആളുകൾക്ക് ഒരു അറിവായേക്കാവുന്ന ഒരു സ്ഥലത്തേക്കാണ്. റിമ്മോ സൈലൻസറോ ഒക്കെ ഒന്ന് ക്രോം ചെയ്യണമെന്ന് ആഗ്രഹിച്ച് നമ്മൾ ഏതെങ്കിലും കടയിൽ കൊണ്ടു കൊടുക്കും. മിക്കവരും നമ്മളെ പറ്റിക്കുകയും ചെയ്യും. വീട്ടിൽ കൊണ്ടേ വെച്ച് ഒറ്റ ആഴ്ചയ്ക്കുള്ളിൽ തുരുമ്പെടുക്കും. ഈ പറ്റിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാതെ നമുക്ക് ഒരിക്കലും ശരിയായ ഒരു ക്രോമിംഗ് മെത്തേഡ് കണ്ടുപിടിക്കാനാവില്ല. നമ്മുടെ തൊടുപുഴ അടുത്തുള്ള മുട്ടം പോളിടെക്നിക് കോളേജിന്റെ അടുത്ത് ഇങ്ങനൊരു ഫാക്ടറി ഉണ്ട്. ജസ്റ്റ് അങ്ങനെ പ്രോസസ്സ് ഒന്ന് പറയട്ടോ. ഇപ്പം ഞാൻ കാണിച്ചെന്നില്ല, അതെല്ലാം തിരുമ്പെല്ലാം നല്ല വൃത്തിയായിട്ടല്ലേ ഇരിക്കണേ. ആ സാധനം കോപ്പർ കോട്ട് ചെയ്യും ഞങ്ങൾ. കോപ്പർ കോട്ട് ചെയ്തിട്ട് നിക്കൽ കോട്ട് ചെയ്യും. കോപ്പർ ഇതിൻ്റെ അല്ലേ? കോപ്പറിന്റെ പെട്ടികളാണ് കിടക്കണം മുഴുവൻ. ഓക്കെ. ഈ കാണുന്നല്ല ഇത് അപ്പോൾ ഇലക്ട്രോളിസിസ് വഴി ഇത് ആനോട് കാതോടില്ലേ? ഇതിൻ്റെ അകത്ത് നിക്കല്. അതെ അതെ. കോപ്പർ കോട്ടിങ് കോപ്പർ കാണില്ല. കോപ്പർ ചെയ്യുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 40% കൂടെ കോസ്റ്റ് കൊടുക്കും. നമ്മൾ ചെയ്യുമ്പോൾ ആദ്യം കോപ്പർ ചെയ്യും, നിക്കൽ ചെയ്യും, ക്രോമിയം ചെയ്യും. ബാക്കി സാധാരണ സ്ഥലങ്ങളിലൊക്കെ 2 കോട്ടിങ്. ഭൂരിപക്ഷം 90% സ്ഥലത്തും കോപ്പർ ഉണ്ടാവില്ല. കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടേ. ഓക്കെ ഓക്കെ. നമുക്ക് പ്രോഫിറ്റ് കുറയും, പക്ഷേ ഇത്രയും തിരക്ക് നമുക്ക് വർക്ക് വരുന്നത് ലൈറ്റിങ് കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഒരു എന്താ പറയുന്നത് അടിസ്ഥാനം ക്വാളിറ്റി വരുന്നത് നിലനിൽക്കണോ? ഇവിടെ ക്രോമിയം അല്ലേ? ക്രോം ചെയ്യുന്നതിന് മുമ്പുള്ള പ്രീ ക്ലീനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. അതുകൂടാതെ സെൽ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്നതും എത്ര ലെയർ കോട്ട് ചെയ്യുന്നുണ്ട് എന്നതൊക്കെ ഇതിന്റെ ലൈഫിനെ ബാധിക്കും. അതുകൊണ്ട് ക്രോം ചെയ്യുന്ന എവിടെയാണെങ്കിലും നന്നായി ചോദിച്ച് മനസ്സിലാക്കിക്കോണം. പിന്നെ ഇവിടെ ഇതുകൂടാതെ മെറ്റൽ പ്ലേറ്റിൽ റെക്ടാങ്കുലർ ഹോളുകൾ പഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ടെന്ന് ബെന്നിച്ചേട്ടൻ പറഞ്ഞായിരുന്നു. അത് ഞാൻ പിന്നെ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലൊന്നും കണ്ടിട്ടില്ല. ഈ സ്ഥാപനത്തിന്റെയും തൊടുപുഴയിലുള്ള സഹോദര സ്ഥാപനത്തിന്റെയും ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. RXO ബുള്ളറ്റോ ഒക്കെ ഉള്ള ഏതെങ്കിലും സുഹൃത്തിന് ഇത് ഉപകാരപ്പെടാതിരിക്കില്ല. നിങ്ങളുടെ ഏരിയയിൽ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളുണ്ടെങ്കിൽ അത് കമന്റിലേക്ക് ഒന്ന് ഇട്ടേക്ക്, ആവശ്യക്കാരുണ്ടാവും.